വാഴകളെ കണ്ടം വഴി ഓടിക്കണം, ഇല്ലേൽ പണി പ്രേക്ഷകർക്ക്. ബിഗ് ബോസ് മുന്നറിയിപ്പുമായി എത്തുകയാണ് മോഹൻലാൽ. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലായിരുന്നു ബിഗ് ബോസ് സീസൺ 7 തുടക്കമായത്. 19 മത്സരാർത്ഥികളുമായി ഓഗസ്റ്റ് 3 ബിഗ് ബോസ് 7 ആരംഭിച്ചത്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരും അല്ലാത്തവരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട്. പലരും ഇതിനകം തങ്ങളുടെ സ്ട്രാറ്റജികളും ഗെയിമുകളും ആരംഭിച്ചുവെങ്കിലും ചിലർ ഇപ്പോഴും പതുങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരക്കാർ പോർവിളിയുമായി രംഗത്തെത്തുമോ എന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 ആദ്യ എവിക്ഷനിലുള്ളത് 8 മത്സരാർത്ഥികളാണ്. ശൈത്യ, രഞ്ജിത്ത്, ജിസേൽ, നെവിൻ, രേണുസുധി, ആര്യൻ, അനുമോൾ, ഷാരി എന്നിവരാണ് അവർ. പ്രേക്ഷകർ തീരുമാനിക്കുന്ന വിധി മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അറിയാനാകും. എവിക്ഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ടീം പുറത്തിറക്കുന്ന പുതിയ പ്രമോ ഏറെ ശ്രദ്ധ നേടുകയാണ്. പ്രേക്ഷകർ വോട്ടുകൾ കൃത്യമായി ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണമെന്നാണ് മോഹൻലാൽ ആവശ്യപ്പെടുന്നത്. അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്ത് പണി, വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. കൂലി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത്. പച്ചാളം ഭാസികളെയും PR രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോവരുത്. സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം. കണ്ടന്റ് തരുന്നവർക്ക് മാത്രം മതി ഷോയിൽ ഇടാം. എന്നാലേ എൻഗേജിംഗ് ആവൂ, എന്റർടൈനിങ് ആകൂ. പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. അന്നേരം അയ്യോ ഈ സീസൺ ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് പരാതിയും പൊക്കി വന്നേക്കരുത്. ഞങ്ങളുടെ കൂടെ പ്രേക്ഷകരും പണിയെടുത്താൽ മാത്രമേ പണി 7ന്റെ പണിയാകൂ. അത് ഓർമ്മ വേണം. അപ്പൊ സവാരി ഗിരിഗിരി എന്നായിരുന്നു ലാലേട്ടന്റെ വാക്കുകൾ. ഓരോ ദിനവും പിന്നിടും തോറും മത്സരാർത്ഥികൾ തമ്മിലുള്ള വീറും വാശിയും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. രേണുവും അക്ബറും തമ്മിലുണ്ടായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വീടിനകത്തും പുറത്തുമുള്ള ചൂടേറിയ ചർച്ചാ വിഷയം. എല്ലാറ്റിനും കാരണം ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം നൽകിയ മോർണിംഗ് ടാസ്ക് ആണ്. രേണുവിന് അക്ബർ എന്ന മത്സരാർത്ഥി സെപ്റ്റിക് ടാങ്ക് എന്ന വിശേഷണമായിരുന്നു നൽകിയത്. തിരിച്ചു രേണു അക്ബറിനെ വേട്ടപ്പട്ടിയെന്നും വിളിച്ചു. വീടിനകത്ത് വന്നതുപോലെ വീടിന് പുറത്തും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. രേണു എത്ര മോശമാണെങ്കിലും അക്ബർ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ സീസണിൽ മോഹൻലാൽ ആദ്യം എടുത്ത് ഉടുക്കാൻ പോകുന്നത് അക്ബറിനെ ആയിരിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം അക്ബറിന്റെ മാപ്പ് അംഗീകരിക്കാനാവില്ലെന്നും ആളുകൾ പറയുന്നുണ്ട്. എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് തനിക്ക് നല്ല നെഗറ്റീവ് പുറത്തുണ്ടാകുമെന്ന് തിരിച്ചറിവിൽ നിന്നുള്ള മാപ്പ് പറച്ചിൽ മാത്രമാണിത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നുവെന്നും ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് ബിഗ് ബോസിന് മുന്നേ രേണുസുധിയുടെ വീഡിയോസ് വരുന്ന FB ഇൻസ്റ്റാ കമന്റ് ബോക്സിൽ നല്ല പച്ച അവതാരം എഴുതിവിടുന്ന മലയാളി കൂട്ടം തന്നെയാണോ അക്ബർ എന്തോ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ഈ കിടന്ന് ചോറ് തിളയ്ക്കുന്നതെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അക്ബറിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റിന് പുള്ളി മാപ്പും പറഞ്ഞു. പക്ഷേ രേണുവിനെ അന്ന് തെറി പറഞ്ഞവർ മാറ്റി പറയുമോ? ഇല്ല. അതാണ് അക്ബറിന്റെ മുന്നേറ്റം പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. പക്ഷെ രേണുസുധിയെ അന്ന് തെറി പറഞ്ഞവർ ഇന്ന് മാറ്റി പറയുമോ? ഇല്ല. അതാണ് അക്ബറിന്റെ മുന്നേറ്റം പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. കയ്യിൽ നിന്ന് തെറ്റുപറ്റി മാപ്പും പറഞ്ഞു. അല്ലാതെ കണ്ണിൽ മുളകുപൊടി ഇടുകയോ മറ്റുള്ളവരെ കൈവച്ചിട്ട് മാസ് കാണിക്കാൻ നിന്നില്ല. ചെയ്ത തെറ്റുകൾ തിരുത്തി ചെക്കൻ മുന്നോട്ട് പോകുമെന്നും അക്ബറിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ആരാകും അല്ലെങ്കിൽ ആരൊക്കെയാകും ആദ്യ എവിക്ഷനിലൂടെ BB ഹൗസിന് പുറത്തു പോവുകയെന്ന് വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമുക്ക് കാണാം.